എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 20-ാം തീയതി വരെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് തെറ്റാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഒരു ജില്ലയിൽ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ID ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കാം. എന്നാൽ ഓരോ ജില്ലയിലും കാൻഡിഡേറ്റ് ലോഗിൻ ഓരോ തവണ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ഓരോ തവണയും, അതായത് ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ജില്ലയിൽ നിങ്ങളുടെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആ ഒരു ജില്ലയിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയുടെ ആ ഒരു ഡാറ്റാബേസിൽ കൃത്യമായിട്ട് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അവിടെ ഈ ഒരു ഡാറ്റാബേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു തവണ അപേക്ഷയിൽ തെറ്റുകൾ വരുത്തിയിട്ട്, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ തെറ്റുകൾ വരുത്തിയിട്ട് SSLC രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് അതിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഒരു ജില്ല സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നൽകുന്ന ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാനോ തിരുത്താനോ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നൽകുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഈ ഒരു സബ്മിറ്റ് ചെയ്യുമ്പോൾ മുമ്പായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളൊന്ന് വെരിഫൈ ഒരു 2 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, എന്തെങ്കിലും സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ടോ അതുപോലുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അത് കൃത്യമാണോ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും വരുത്താൻ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾ നൽകുന്ന റിസർവേഷൻസ്, ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ അതിൽ നൽകുന്ന നിങ്ങളുടെ പാരൻസിൻ്റെ പേര് അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും, അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി, അതുപോലെ തന്നെ റിലീജിയൻ ഇതുപോലുള്ള കാര്യങ്ങളിലും തെറ്റുകൾ വരുത്താൻ പാടില്ല. എന്തെങ്കിലും തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുമെങ്കിലും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകുന്ന നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ SSLC സ്കീം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പാടുള്ളതല്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ താല്പര്യമുള്ള കോഴ്സുകൾക്ക് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. കാരണം താല്പര്യമില്ലാത്ത സ്കൂളിലേക്ക് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതില്ല. താല്പര്യമുള്ള കോഴ്സുകൾ ആണ് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് സമർപ്പിക്കേണ്ടത്. അതായത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം എന്ന് വിചാരിക്കാം. ബയോളജി സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം, അതല്ലെങ്കിൽ എനിക്ക് കൊമേഴ്സ് പഠിക്കാം, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കാം എന്നിങ്ങനെയൊക്കെ ഒരു ഐഡിയ ആണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ ആദ്യം ഓപ്ഷൻ നൽകുന്ന എല്ലാ സ്കൂളുകളും ബയോളജി സയൻസ് കോഴ്സായിരിക്കണം നൽകേണ്ടത്. പിന്നീട് രണ്ടാമത്തെ ആ ഒരു ബയോളജി സയൻസ് എല്ലാ സ്കൂളുകളിലും നൽകിയ ശേഷം, അതായത് എനിക്ക് പോയിട്ട് വരാൻ പറ്റുന്ന എല്ലാ സ്കൂളുകളിലും ഓപ്ഷൻ നൽകിയ ശേഷം പിന്നീട് ഈ ഒരു അല്ല കമ്പ്യൂട്ടർ സയൻസിലേക്ക് എല്ലാ സ്കൂളുകളിലും ഓപ്ഷൻ കൊടുക്കാം. ഈ ഒരു എല്ലാവിധ സ്കൂളുകളും ഈ ഒരു ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് കൊമേഴ്സ് വേണമെങ്കിൽ കൊമേഴ്സ് കൊടുക്കാം, അതിനുശേഷം പിന്നീട് ഹ്യൂമാനിറ്റീസ് കൊടുക്കാവുന്നതാണ്. അല്ലാതെ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ പോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ വെറുതെ ഒരു ഓപ്ഷൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ വെറുതെ അങ്ങ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ടാവും. അവൾ കഴിഞ്ഞ വർഷം ആ ഒരു രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് പഠിക്കാനായിരുന്നു താല്പര്യം. എന്നാൽ ആ ഒരു വിദ്യാർത്ഥി ഒന്നാമത്തെ ഓപ്ഷനായിട്ട് അക്ഷയ സെൻറ്റർ മുഖേനയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അങ്ങനെയായിരുന്നു അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ആണ് കൊടുത്തത്. നോക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ വിദ്യാർത്ഥിക്ക് ആ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഹ്യൂമാനിറ്റീസ് കിട്ടുകയും പിന്നീട് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ മാത്രം ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സ്കൂൾ കോഡും കോഴ്സ് കോഡും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഇവിടെ മെനു എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അവിടെയുള്ള ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു സ്കൂൾ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒന്നിലധികം ജില്ല സെലക്ട് ചെയ്യാനായിട്ട്, അതായത് ഒന്നിലധികം ജില്ലയിലേക്ക് വിവിധ കാൻഡിഡേറ്റ് ലോഗിൻ ID പ്രകാരം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജില്ലയാണോ നിങ്ങൾ അടുത്തതായിട്ട് അപേക്ഷിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ ഒരു ജില്ലയിലെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളുകളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഓരോ സ്കൂളിൻ്റെ കോഡ് കൊടുത്തത് കാണാം. അതുപോലെ തന്നെ ഇവിടെ കോട്ടൺ ഹിൽ
സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് 1002 ഇത് ഗേൾസ് സ്കൂളാണ്. അതുപോലെ തന്നെ ഇവിടെ ബോയ്സ് സ്കൂളുണ്ട്, അതായത് ആറ്റിങ്ങുള്ള ആ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ഈ ഒരു ബോയ്സ് സ്കൂളാണെങ്കിൽ അതിൻ്റെ കോഡ് സ്കൂൾ കോഡ് 1001. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്കൂളിൻ്റെയും കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ഗേൾസ് സ്കൂളാണോ ബോയ്സ് സ്കൂളാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് സ്കൂൾ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് സ്കൂളിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് ഗേൾസ് സ്കൂളാണോ ബോയ്സ് സ്കൂളാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളാണോ ഈ ഒരു അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു ഗേൾസ് സ്കൂളാണോ ബോയ്സ് സ്കൂളാണോ അല്ലെങ്കിൽ മിക്സഡ് സ്കൂളാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മിക്സഡ് സ്കൂൾ ആണ് എങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഗേൾസ് എന്നോ ബോയ്സ് എന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ കോഡ് മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട്, അതായത് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ഏതാണ്, അതുപോലെ തന്നെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ്, അതായത് ആ ഒരു നിയോജക മണ്ഡലം ഏത് നിയോജക മണ്ഡലത്തിലാണ് ആ ഒരു സ്കൂൾ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ജെൻഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ജെൻഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗവൺമെൻറ് മോഡൽ ബോയ്സ് HSS ആറ്റിങ്ങൽ എന്ന സ്കൂളാണ്. അപ്പോൾ ഇവിടെ കോ എഡ്യൂക്കേഷൻ എന്നാണ് ആ ഒരു സ്കൂളിൻ്റെ ജെൻഡർ കൊടുത്തിട്ടുള്ളത്. കോ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ബോയ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഗേൾസും ഉണ്ടാവും. അതുപോലെ തന്നെ ചില സ്കൂളിൻ്റെ നേരെ ഗേൾസ് സ്കൂളിൻ്റെ ജെൻഡർ എന്നുള്ളിടത്ത്, അതായത് ഇവിടെ സ്കൂൾ ജെൻഡർ എന്നുള്ള ഭാഗത്ത് ഗേൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗേൾസ് എന്ന് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അതിൽ ആ ഒരു സ്കൂളിൽ ഗേൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബോയ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന സ്കൂൾ കൃത്യമായിട്ട്, അതുപോലെ തന്നെ ഇവിടെ ചില സ്കൂളിൻ്റെ അടുത്ത് ബോയ്സ് എന്ന് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു സ്കൂൾ ബോയ്സ് സ്കൂളാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സ്കൂളിൻ്റെ ജെൻഡർ ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കുക. അതായത് ബോയ്സ് മാത്രം പഠിക്കുന്നതാണോ ഗേൾസ് മാത്രം പഠിക്കുന്നതാണോ, കോ എഡ്യൂക്കേഷൻ, അതായത് ബോയ്സും ഗേൾസും രണ്ട് പേരും ഉള്ള സ്കൂളുകളാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സ്കൂളിൻ്റെ ആ ഒരു കോഡ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആ ഒരു സ്കൂളിൻ്റെ, അതായത് കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ ഓരോ സ്കൂളിൻ്റെ നേരെയും കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് കോഡ് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അപേക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോഡൽ സ്കൂളും അതുപോലെ തന്നെ ഈ ഒരു സ്കൂളുമാണെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു 3 സ്കൂളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യം തന്നെ ഈ ഒരു സ്കൂൾ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇതാണ്, പിന്നീട് ഇത്. ഈ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്കൂളിൻ്റെ കോഡ്, ആദ്യം വേണ്ട സ്കൂളിൻ്റെ കോഡ് എഴുതുക. അതുപോലെ തന്നെ അത് അടുത്തത് രണ്ടാമത്തെ സ്കൂളിൻ്റെ കോഡ് ഏതാണോ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം ഈ ഒരു 1004 എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് നേരെയുള്ള ആ ഒരു കോഴ്സ് കോഡ് എത്രയാണ് എന്നുള്ളതും കൂടി ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ ഈ രീതിയിൽ ആദ്യത്തെ സ്കൂളിൻ്റേത് 1, 10, 39 എന്നിവയാണ്. അടുത്തത് ഈ ഒരു 1003 എന്നുള്ളതിൻ്റെ ആ ഒരു സ്കൂളിൽ 11 ആ ഒരു കോഡ് നമ്പർ 11 ഉള്ളത്. അതുപോലെ തന്നെ അടുത്ത ആ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത് 139 എന്നുള്ളതാണ്. അപ്പോൾ 139 എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം സ്കൂളുകളിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകളുടെ കോഡും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് നേരത്തെയുള്ള ആ ഒരു മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെനു ബാർ കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് ജസ്റ്റ് അവിടെ കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഈ ഒരു കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജ്, അതായത് കോഴ്സസിൻ്റെ ആ ഒരു ലിസ്റ്റ് താഴെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ ഓരോ കോഴ്സിൻ്റെ കോഡും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കോഴ്സിൻ്റെ കോഡുകളാണ്. അതായത് ഈ ഒരു ബയോളജി സയൻസിൻ്റെ കോഡ് വരുന്നത് 1 ബയോളജി സയൻസിൻ്റെ കോഡ്. കമ്പ്യൂട്ടർ സയൻസിൻ്റേത് 5 കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഡ്, അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റേത് 5 കോഡ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കോഡ് 39 കമ്പ്യൂട്ടർ കൊമേഴ്സിൻ്റേത് 39. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കോഴ്സിൻ്റെ കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ബയോളജി സയൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഡ് 1. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയെന്ന് ചോദിച്ചാൽ അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. അത് ഈ ഒരു 4 സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ബയോളജി സയൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 ശേഷം എഞ്ചിനീയറിംഗ് അതുപോലെ മെഡിക്കൽ ഫീൽഡുകളിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് പോകാം, അതുപോലെ നഴ്സിംഗ് ജോലിക്കും പോകാം. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ കോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ് എന്നിവയാണ്. അതായത് നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാം, എന്നാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇതിൽ മാത്തമാറ്റിക്സ് ഇല്ല. കാരണം ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നോക്കുക. ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അധിക സ്കൂളിലും ഈ ഒരു കോഴ്സ് കോഡ് 1 ഉണ്ടാവുക, അതായത് ബയോളജി സയൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ബയോളജി സയൻസിന് കൊടുക്കാനായിട്ട് ഒന്നാമത്തെ ഓപ്ഷനുകളിൽ ബയോളജി സയൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ ഓരോ കോഴ്സിൻ്റെയും കോഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെയുള്ള ആ ഒരു സ്കൂളിൽ 11 കോഴ്സ് കോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹിസ്റ്ററി വന്നിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമാനിറ്റീസ് കോഴ്സാണ്. ഏതൊക്കെ കോഴ്സിൽ ഹിസ്റ്ററി വരുന്നുണ്ടോ അതൊക്കെ ഹ്യൂമാനിറ്റീസ് കോഴ്സായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ
അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റേത് ജസ്റ്റ് 5 ആണ്. അതും സയൻസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാം. എന്നാൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ കോഴ്സ് കോഡ് ഒന്നായിട്ടുള്ള ബയോളജി സയൻസ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡ്, ആർക്കിടെക്ചർ, ഫാർമസി, അതുപോലെ നഴ്സിംഗ് ഇതുപോലുള്ള മേഖലയിലൊക്കെ പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ബയോളജി സയൻസിൻ്റെ കോഴ്സ് കോഡ് ഒന്നാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണ്. കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൊമേഴ്സിൽ ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ കൊമേഴ്സിൻ്റെ ഈ ഒരു കോഡ് എന്ന് പറയുമ്പോൾ 39 കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഡ്. കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നിവയാണ് വരിക. 39 അതിൻ്റേതാണ്. അതുപോലെ തന്നെ 36 എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് വരുന്ന ഈ ഒരു കൊമേഴ്സ് ആണ്. അപ്പോൾ 36 മുതൽ ഏകദേശം അതായത് ഈ ഒരു 39 വരെയുള്ള സബ്ജക്റ്റുകളൊക്കെ അതായത് ആ ഒരു കോമ്പിനേഷനൊക്കെ കൊമേഴ്സ് ആണ് വരിക. അതുപോലെ തന്നെ 40 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക് സിസ്റ്റം എന്നിവ വരുന്ന ഒരു സയൻസ് ഗ്രൂപ്പ് കൂടി അതിനോടൊപ്പം വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക് സിസ്റ്റം എന്ന ആ ഒരു കോഴ്സ് വരുന്നത് 40 അതിൻ്റെ കൂടെ. അത് സയൻസ് ഗ്രൂപ്പാണ്. അത് ആ ഒരു സബ്ജക്റ്റ് എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു എല്ലാ സ്കൂളുകളിലും ഉണ്ടാകുന്ന കോഴ്സാണ് ഈ ഒരു കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിൽ 39 അതിൻ്റെ കോഡ്. അതുപോലെ 36, 37, 38 എന്നിങ്ങനെയുള്ള ആ ഒരു കോഴ്സ് കോഡ് വരുന്ന കോഴ്സുകളും കൊമേഴ്സ് വിഭാഗമാണ്. അതിൽ 36 മാത്സ് ആണ് വരിക. അതുപോലെ തന്നെ 37 സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ 38 പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ 39 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. 39 കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി വിവിധ കോഴ്സുകൾ ഹിസ്റ്ററി വരുന്ന പല സബ്ജക്റ്റുകളും ഹ്യൂമാനിറ്റീസ് വിഭാഗമായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കും അതുപോലെ സ്കൂളുകളിലേക്കും മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് സയൻസാണ് താല്പര്യമുള്ളതെങ്കിൽ അതിനനുസരിച്ച് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ബയോളജി സയൻസ് കൊടുക്കുക. പിന്നീട് ഹോം സയൻസ് വേണ്ടവർ അത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സയൻസ് വേണ്ടവർ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ